ഇറച്ചിക്കട. ഹായ്, ഹലോ, എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഇന്ന് ഈസ്റ്റർ ആണ്. ഇന്ന് നമുക്ക് വേറൊരു വ്ളോഗാണ്. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ട് ഭയങ്കര കുറവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൈക്കൊക്കെ വെച്ചിട്ട് തന്നെയാണ് പറയണത്. പക്ഷെ പതുക്കെ പറയണ കാരണം കൊണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പം ചിക്കൻ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ പോയി, കാരണം സാധാരണ രീതിയിൽ ഞായറാഴ്ചകളിൽ നല്ല തിരക്കാവാറുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഈസ്റ്ററും കൂടിയാണല്ലോ, അപ്പം കുറച്ചും കൂടി തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ വെയിൽ, അതൊക്കെ ഞാൻ കൺസിഡർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരത്തെ പോയി. പിന്നെ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ, ഞാൻ പറയില്ലേ, ഫ്രണ്ടിൻ്റെ അടുത്ത് കുട മറന്നു വെച്ചു എന്ന്, അവളുടെ അടുത്ത് പോയിട്ട് കുട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ധൈര്യത്തിൽ ഞാൻ ഇച്ചിരി വൈകിയാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് പോയി. പക്ഷെ പൂച്ചിനപാടം വരെ പോകേണ്ടി വന്നു. കുറച്ച് സാധനങ്ങൾ കൂടെ, നമ്മുടെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങോട്ട് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ചത്ത് കണ്ടോ, നന്നായിട്ട് വയർത്ത്. കുളിച്ചിട്ടാണ് ഞാൻ പോയത്. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന കുളിച്ചിട്ട് പോകാണ്ട്, കുളിച്ചു പോയി. എന്നിട്ട് ഞാൻ വയർത്ത് വെള്ളക്കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, പക്ഷെ പല്ല് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആരോടും സംസാരിക്കാനൊന്നും പോയില്ലല്ലോ, അത് കാരണം കൂടി ഞാൻ പിന്നെ പല്ലേക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നല്ല, പല്ലേച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വിശക്കും, അത് കാരണം കൊണ്ടാണ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ പോയി വന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്ന്. അപ്പം ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് ഉണ്ടാവും. എങ്ങോട്ടാ പോണേന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്തായാലും പുറത്തേക്ക് പോകുന്നുണ്ട്. ചിലപ്പം മനക്കലിയിലേക്കാവും പോകുന്നുണ്ടാവുക, ചിലപ്പം വേറെ എവിടേക്കെങ്കിലും ആവും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പം എന്തായാലും എനിക്ക് കുറച്ച് പരിപാടികൾ അടുക്കളയിലുണ്ട്. അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ ആദ്യം തന്നെ. എന്തേ ബ്രൈഡൽ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു എന്താ പറയുക, ഒരു ക്രീമല്ല, ക്രീം പോലെ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിതൊരു ഫേസ് മാസ്ക് പോലെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി വരുന്നുണ്ട്. അപ്പം ഞാനിതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇട്ടത്. പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഞാൻ രണ്ടാമത്തെ ദിവസമാണ് ഇടുന്നത്. ഇത് നമ്മളുടെ യൂട്യൂബിൽ ഇട്ടിട്ട് കുറേ പേർക്ക് നല്ല റിസൾട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു മാസ്കാണ്. എന്താ പറയുക, സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. എനിക്ക് മെയിനായിട്ട് ഇവിടെയും അതുപോലെ തന്നെ ഈ സൈഡിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ മെയിനായിട്ട് ഈ ഒരു രണ്ട് സൈഡിൽ ഭയങ്കരമായിട്ട് ബ്ലാക്ക് കളർ വരുന്നത് പിഗ്മെൻറ്റേഷനാണ് ആക്ച്വലി. അപ്പം ഞാൻ ഓർത്തു വന്നാൽ പിന്നെ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ഒരു സെറ്റപ്പും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓൾറെഡി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് എന്തായാലും കുറച്ച് സമയമുണ്ട് എനിക്ക്. ഇന്ന് ഞാൻ നേരത്തെ എണീറ്റു. അപ്പോൾ നേരത്തെ എണീറ്റു, കുളിച്ചു. അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ടില്ല, അമ്മയ്ക്ക് അവിടെ വേറെ പണിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഉണങ്ങുകയും ചെയ്യും, എന്താ പറയുക, എൻ്റെ കാര്യം നടക്കും, അമ്മയുടെ കാര്യം നടക്കും. അങ്ങനെ വിചാരിച്ച് യെസ്. ഇത് മറ്റേ സാധനം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഭയങ്കര സ്ലിപ്പറി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ബാഡ് സ്മെല്ലൊന്നുമില്ല, നല്ല സ്മെല്ല്. എനിക്കിഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു മണം. ഇതൊരു ലൂസി കൺസിസ്റ്റൻസിയാണ്. ഞാൻ നന്നായിട്ടൊന്ന് നല്ല തിക്കിലിടുന്നുണ്ട്. ഇത്ര 1 ലെയർ അല്ല, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 2-3 ലെയറായിട്ട് ഇടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ ഫേസിൽ മാത്രമേ ഇടുന്നുള്ളൂ, അല്ലാത്തപ്പോൾ ഞാൻ കൈമേയും കാലുമേയും ഒക്കെ ഇടുന്നുണ്ട്. ഇട്ട് നോക്കിയിട്ടുണ്ട്, നല്ല റിസൾട്ടാണ് കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് നല്ലൊരു എന്താ പറയുക, നല്ല വെളുത്തു എന്നല്ല, നല്ല കളർ വെച്ചു എന്നല്ല, നല്ലൊരു ഒരു ഗ്ലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്, ആ ഗ്ലോ. അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ ഞാൻ വെളുത്തു അമ്മ. അപ്പോൾ പിന്നെ വീട്ടിൽ വെയിൽ കൊള്ളാണ്ടിരിക്കുമ്പോൾ പിന്നെ വിളിക്കൂലേ എന്നൊക്കെ പറഞ്ഞ അമ്മനെ തളർത്തി. ഞാനപ്പോൾ ഈ ഫേസ് പാക്ക് ഇടുന്നത് എന്തിനാ, വെറുതെയാണോ? എനിക്ക് ഇതിനൊന്നും ഒരു വിലയില്ലാന്നേ. അപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ, കാരണം വല്ലാണ്ട് ഉറക്കം പറയാനായിട്ട് പറ്റണില്ല. എന്തായാലും ഇതും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ സൗണ്ടിൽ പറയാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇത് പാക്കിട്ടുണ്ട് ഇവിടെ. ഞാനപ്പോൾ എന്തായാലും അമ്മ എത്തിക്കോട്ടെ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന ആ കളറല്ല കേട്ടോ എനിക്ക്.
കുറച്ചും കൂടി ഡാർക്കനായിട്ടുള്ളൊരു കളറാണ്. പക്ഷേ നല്ല ബ്രൈറ്റ് ആയിട്ടാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ ഞാനൊരു മറ്റേ സ്റ്റഡ് കുത്തി എന്ന് പറഞ്ഞില്ലേ, ഇത് എത്രാമത്തെ സ്റ്റഡാ? 4th സ്റ്റഡ്. 1 2 3 4 4th സ്റ്റഡ്. അപ്പോൾ ആ 4th സ്റ്റഡ് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്, വല്ലാണ്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതിനെനിക്ക് പാരു സ്റ്റഡ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പം ഇത് ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി, ഇതും അവൻ വാങ്ങി തന്നെ തന്നെയാണ് കേട്ടോ, പക്ഷെ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഹീലായി കഴിഞ്ഞതിന് ശേഷം ഇത് ഊരിയിട്ട് ഇവിടേക്കിട്ടിട്ട് ഇത് ഊരിയിട്ട് ഇവിടേക്കിടാം എന്നാണ് വിചാരിക്കണത്. നോക്കട്ടെ എപ്പോഴും ഉണങ്ങാന്ന് അറിയില്ല. സാധാരണ രീതിയിൽ ഗോൾഡ് ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഗോൾഡ് വാങ്ങിപ്പിച്ചത്. യാ അപ്പോൾ ഇനി മുഖം നന്നായിട്ട് എന്താ പറയുക, ഇനി എന്താണ്, ഞാൻ അമ്മേനെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയോട് തന്നെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ റെഡി ആവാൻ പോവാണ്, ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ റെഡിയായി ഞാൻ വേഗം പുറത്തേക്ക് ചാടാൻ പോവാണ്. ഞാൻ ഇതുപോലെ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് നിങ്ങൾ മോയ്സ്ചർ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ സ്കിൻ കെയർ, അതായത് ബ്രൈഡൽ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യണം, പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല കട്ടപ്പൊരി വെയിലുള്ള സമയത്ത്. അപ്പോൾ അത് മറന്നു പോകരുത്. മാസ്ക് വെക്കണമെങ്കിൽ മാസ്ക് വെക്കാം, ഗ്ലാസ് വെക്കണമെങ്കിൽ ഗ്ലാസ് വെക്കാം, കുട ചൂടണമെങ്കിൽ കുട ചൂടാം. അപ്പോൾ കുട എന്തായാലും വണ്ടിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് മറ്റേ സാധനമൊക്കെ ഇട്ടിട്ട് പോകാം. അല്ല കാറിലാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ നടന്നിട്ടൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും കുട ചൂടാനായിട്ട് എന്തായാലും മറന്നു പോകരുത് കേട്ടോ. എനിക്ക് അങ്ങനെ കണ്ടിട്ട് പിന്നെ നോക്കിയെങ്കിലും ഒരു സമാനല്ലോ. അത് കളയാൻ വെച്ചതാ. കണ്ട അതിന്റെ കളറും ഇതൊക്കെ പോയി, കണ്ട തൊലിയൊക്കെ പോയി. അത് ഞാൻ അത് അടിച്ചു വരുമ്പോ തെറിച്ചു പോവും. സോ അതിൻ്റെ ഇടയിൽ പാര് വിളിച്ച നേരം കൊണ്ട് ഫുൾ റെഡിയായി. ഒന്നുമില്ല, പ്രത്യേകിച്ച് സാധാരണ റെഡി ആവുന്ന പോലെ തന്നെയാണ് റെഡി ആയിട്ടുള്ളൂ. കണ്ണ് എതി നന്നായിട്ട് മസ്കാര ഇട്ടിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് സാധാരണ ഇട്ട ലിപ്സ്റ്റിക്ക് തന്നെ. പിന്നെ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ഇറങ്ങാൻ പോവാണ്. ഓക്കെ, കമ്മലിട്ടിട്ടില്ല അല്ലേ? കമ്മലിട്ടു. ഓക്കെ, ഞാൻ മുടി ഇങ്ങനെ വെച്ചിടാനാണ് പോണത്. മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കണം, അത് കഴിഞ്ഞ് പോകും. ഓക്കെ മുടി ഞാൻ സ്റ്റൈൽ ചെയ്തു. യെസ്, അത് ഞാൻ ഇറങ്ങാണ് കേട്ടോ. എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചാൽ സ്റ്റാൻഡിൽ എത്തിയതിൻ്റെ തെളിവാണ് കേട്ടോ ഈ ഒരു പൂക്കൾ. ഇത് മിക്കപ്പോഴും കാണാറുണ്ട്, കൂടരമ്മാമനും കാണാറുണ്ട്. പക്ഷേ പൂക്കളൊന്നും ആരും മേടിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. മേ ബി ചിലവാകുന്നുണ്ടായിരിക്കും. ഇന്ന് എനിക്ക് അധികം നേരം കാത്തു നിൽക്കേണ്ടിയൊന്നും വന്നില്ല. ഇച്ചിരി പിണക്കത്തിലായ കാരണം കൊണ്ട് ആൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാറിൽ കയറി, അത് കാരണം കൊണ്ടാണ് മെയിനായിട്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന മുഖം കണ്ടില്ലേ, കടന്നിൽ കുത്തിയ പോലെ. അങ്ങനെ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ അടുത്ത് ശ്രീ വിനായക ഹോട്ടലുണ്ട്. കൂടൽമാണിക്യം അമ്പലത്തിൻ്റെ ആ സൈഡിൽ ആ ലൈനിലുള്ളതാണ്. ഇവിടുത്തെ മസാല ദോശ ഊണൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും കഴിച്ചില്ല. പക്ഷേ ദെൻ നമ്മൾ ചെറുവളവിൻ്റെ അവിടെ എത്തി കുറച്ച് നേരം നിന്ന് സംസാരിച്ചു, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. പക്ഷെ സെറ്റായില്ല. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വർക്കിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ട്രേഡേഴ്സ് അങ്ങനെ ക്വാറിയില്ലേ അവിടത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ കാറിലിരുന്ന് ഞാൻ ചുമ്മാ ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നെയിൽ പോളിഷൊക്കെ ഇട്ട് നമുക്ക് കാർ ആക്ച്വലി ഫ്രണ്ടിന് കൊടുക്കണമായിരുന്നു. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ബൈക്ക് വാങ്ങിയിട്ട് ബൈക്കിനാണ് കേട്ടോ പോയത്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യണത്. ജോലിക്ക് പോയ സമയത്താണ് നമ്മൾ ഒരുമിച്ച് ബൈക്കിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം 3 മാസത്തിനടുത്തായി. നമ്മളിപ്പോൾ പോണത് നമ്മുടെ മാപ്രാണം വർണ്ണയിലേക്ക് ആടുജീവിതം കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ തലേ ദിവസം ബുക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ആകെ ഹറിബറി ആയിരുന്നു. അത് കാരണം കൊണ്ട് വർണ്ണയാണ് കിട്ടിയത്. എനിക്ക് പേഴ്സണലി എനിക്ക് വർണ്ണ തിയേറ്റർ തീരെ ഇഷ്ടമല്ല, എന്നാലും പോയി മുന്നേ വിചാരിച്ച കാരണം കൊണ്ട്. ദെൻ അവിടെ നിന്ന് വീണ്ടും ബർഗർ ലോഞ്ചിൽ പോകാമെന്ന് ഒരേ വാശി. അപ്പോൾ അവിടുത്തെ മെനു ഒക്കെ നോക്കിയതിന് ശേഷം ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേനും അവിടെ ആരും ഉണ്ടാകുന്നില്ല കേട്ടോ. ആക്ച്വലി ഈ ഒരു ബർഗർ ലോഞ്ച് ഇരിങ്ങാലക്കുടത്തെ അടിപൊളിയാണ് കേട്ടോ, നല്ല സെറ്റപ്പാണ്. മുകളിലേക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ദെൻ നമ്മൾ സാധാരണ ഒരു നോർമൽ എന്താ പറയുക ബർഗറും അതേപോലെ തന്നെ ആനിമൽ ഫ്രൈസ് എന്നാണ് ഇതിൽ പേര്, ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പം ബർഗർ ലോഞ്ചിൽ ബർഗർ ഒരു രക്ഷയുള്ള നല്ല സൂപ്പറാണ് കേട്ടോ. പക്ഷേ ഈ ഫ്രഞ്ച് ഫ്രൈസ് തിന്ന് തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം എടുത്തു. മാത്രമല്ല കുറച്ച് ഞാൻ ബാക്കി വയ്ക്കുകയും ചെയ്തു. ഏകദേശം ഒരു 4:30 5 മണി സിനിമ
1:30 കഴിഞ്ഞിട്ടാണ് 4:30 5 മണിയൊക്കെ ആയിട്ടാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. അത് കാരണം കൊണ്ട് എനിക്ക് വയറിന് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ, വാശി കൊണ്ടേ. പെട്ടെന്ന് തന്നെ ബസ് കയറ്റി വിടുകയും ചെയ്തു. അതും എനിക്ക് നല്ല വിഷമം. അച്ഛൻ്റെ റിയാക്ഷൻ കേൾക്കാട്ടോ. അവരെ കാണാനല്ലോ കുഞ്ഞ്. അയ്യോ സ്വന്തം എന്നിട്ട് ഇരുട്ടത്ത് അത്ര നേരം നോക്കിയിട്ടില്ല. അച്ഛൻ നോക്കി ഇരുട്ടായിണ്ടോ? പിന്നെ ഇപ്പോൾ 7 മണിയായി. ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. ആക്ച്വലി കടയിൽ കയറി എൻ്റെ ദൈവമേ വയ്യാണ്ടായി. സത്യത്തിൽ ഇന്ന് വാശി പിടിച്ചിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ സിനിമയെ പറ്റി ഒന്നും പറയാനില്ല. എൻ്റെ ദൈവമേ ഭയങ്കര സൈലൻ്റായിട്ട് ആദ്യമായിട്ടാണ് പടം. ഈവൻ 2018 കാണാൻ പോയപ്പോൾ പോലും എന്താ പറയുക, ആകെ തിക്ക് നിരക്കായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം തിയേറ്ററിൻ്റെ ഉള്ളിൽ പക്ക സൈലൻറ്റ്. ഇൻ്റർവെല്ലായപ്പോൾ വരെ ഭയങ്കര സൈലൻ്റായിരുന്നു. ആ ഒരു മൂകത ഫുള്ള് സിനിമയിലുള്ള പോലെ തന്നെ മൂകത. അങ്ങനെ ഇപ്പോൾ പൂച്ചിനിപ്പാടത്ത് ഇറങ്ങി. പിന്നെ നമ്മൾ ഷോപ്പിൽ കയറി, നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ കയറി. അവയ്ക്ക് മരുന്ന് വാങ്ങാൻ പറഞ്ഞു. ദെൻ ഒരു തണ്ണിമത്തൻ വാങ്ങി. അവിടുന്ന് പിന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഇരുട്ടായാൽ മാത്രമേ ഞാൻ ഓട്ടോയിൽ വരാറുള്ളൂ. അപ്പം അധികം ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പയ്യെ നടന്ന് വന്നു. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, കാറ് ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം കാറ് കൊടുത്തിട്ട് ദെൻ നമ്മൾ ബൈക്കിനാണ് വന്നത്. അപ്പോൾ കുറച്ച് നേരം വെയിൽ കൊണ്ടിട്ട് എനിക്കിങ്ങനെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ആ ചൂടിൻ്റെ ഒരു ഇത് കാരണം കൊണ്ട് ഭയങ്കര തലക്കനം. അപ്പം അതിൻ്റേതായ കുറച്ച് പ്രശ്നം. പിന്നെ ഒട്ടും വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ഇപ്പോൾ പണി കിട്ടി, ഭയങ്കര വയറുവേദന. അപ്പോൾ നിറയെ വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. വിചാരിച്ച പോലെ ഇന്നത്തെ വ്ളോഗ് അത്ര സെറ്റായില്ല. മീൻസ് കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു ഞാൻ വ്ളോഗ് ചെയ്യാൻ. അത് കാരണം കൊണ്ട് കൂടുതലും നമുക്ക് വോയിസ് ഓവർ ആയിരിക്കും. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. എല്ലാ ഞായറാഴ്ച ഒരുപോലെ ആവണമെന്നൊന്നുമില്ലല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച നല്ല ഹാപ്പി ആയിരുന്നു. ഈ ഞായറാഴ്ച അത്ര ഹാപ്പി അല്ലാത്തതിന് വേറെ ഒന്നല്ല കേട്ടോ. കാരണം നമുക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് മെൻ്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആവുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊന്ന് റിക്കവർ ആവാൻ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഞാൻ റിക്കവർ ആവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അത് കാരണം കൊണ്ടൊക്കെയാണ് അങ്ങനെ ആകെ ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. കുഴപ്പമില്ല, സെറ്റായിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. സൺഡേ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സൺഡേ വ്ളോഗ് അല്ല, വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.